സോസേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. സോസേജ് ചിക്കൻ്റെ സോസേജ് എടുത്തിട്ടുണ്ട്, കുറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എടുത്തിരുന്നത് ഒരു വലിയ തക്കാളി ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. 2 ചെറിയ സവാള ഇങ്ങനെ ചെറുതായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് പച്ചമുളക്. സ്പൈസി ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. ചില്ലി ചിക്കൻ സോസേജ് നമ്മൾ ഉണ്ടാക്കുന്നത്. ചില്ലിയും മസാലകളൊക്കെ നന്നായിട്ട് ചേർത്തിട്ട്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ സോസേജ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. നമ്മളൊരു പാൻ എടുത്തിട്ടുണ്ട്. പാനിലേക്ക് നമ്മുടെ സോസേജ് ഇട്ട് കൊടുക്കാം. ഇത് മീതെ നിൽക്കണ വരെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിത് ബോയിൽ ചെയ്യാൻ വയ്ക്കാം. ഇതിൽ സോസേജിൽ ഉപ്പുണ്ടാവും, കുറച്ച് ഉപ്പിട്ടാൽ മതിയാവും. നമുക്കിത് ബോയിൽ ചെയ്യാൻ വയ്ക്കാം. വെച്ചിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇത് മതിയാവും. നമുക്കിത് ഓഫാക്കാം. ചൂടാറിയ ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. സോസേജ് നമ്മൾ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ചൂടാറി. ഇപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഈ ഇത്രയും വലുപ്പത്തിൽ ഞാൻ കട്ട് ചെയ്തെടുക്കണേ കേട്ടോ. ഒരെണ്ണം 3ആയിട്ട് മുറിച്ചെടുക്കണേ. ഇനി നമുക്കിത് ഓരോന്നും ഇതിൻ്റെ ഒരു എഡ്ജ് ഇങ്ങനെ 4ആയിട്ടൊന്ന് കീറി വയ്ക്കാം. ഫുള്ളായിട്ടല്ല, ഒരു പകുതി മുക്കാൽ വരെ, ഇങ്ങറ്റം വരെ എത്തണ്ട. ഇങ്ങനെ 4ആയിട്ടൊന്ന് കീറി വയ്ക്കാം. ഇങ്ങനെയെല്ലാം നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ 4ആയിട്ട് വിടർത്തി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഒരു സൈഡ് മാത്രം മൊത്തം നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി കുക്ക് ചെയ്യാം. പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സവാള ചേർത്ത് നന്നായിട്ട് വഴറ്റി. സവാള പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിടാം. സവാള ഒന്ന് വാടിയിട്ടുണ്ട് കേട്ടോ. സവാള നമുക്ക് വേണമെങ്കിൽ വലിയ കഷ്ണങ്ങളായിട്ട് വേണമെങ്കിൽ നോക്കിയിടാം കേട്ടോ. ക്യാപ്സിക്കൊക്കെ ചേർക്കാനകത്ത് നമ്മൾ സാധാരണ രീതിയിൽ നാടൻ രീതിയിലാണ് ഈ ചില്ലി ചിക്കൻ സോസേജ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാനേ. കുറച്ച് വെളുത്തുള്ളി നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് പച്ചമുളക് ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റാം. ഇഞ്ചിയും പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണമൊക്കെ മാറി മൂത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് തക്കാളി ഇടാം. തക്കാളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ടൊന്ന് മൂടി വയ്ക്കാം കേട്ടോ. നമുക്കൊന്ന് തുറന്ന് നോക്കാം. തക്കാളിയൊക്കെ വാടിയിട്ടുണ്ട് നന്നായിട്ട്. നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. മസാലപ്പൊടികൾ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഗരം മസാല ചേർക്കുന്നുണ്ട് 1 ടീസ്പൂൺ. എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി 1 ടീസ്പൂൺ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ പൊടികളുടെയൊക്കെ പച്ചമണം പോണ വരെ ഒന്ന് മിക്സ് ചെയ്ത് കേട്ടോ. പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് സോസുകൾ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഗ്രേവിയൊക്കെ മൂത്ത് നല്ല ഇതായിട്ടുണ്ട്. നമ്മളിതിലേക്ക് നമ്മുടെ മെയിൻ സാധനം
സോസേജ്, ചിക്കൻ സോസേജ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിൽ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കണേ. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ. അതായത് മസാലകളൊക്കെ നമ്മുടെ സോസേജിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വയ്ക്കാം. നമ്മുടെ ചില്ലി ചിക്കൻ സോസേജ് റെഡി ആയിട്ട് കേട്ടോ. നമുക്കിത് ഓഫാക്കാം. നമുക്കിനി സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം കേട്ടോ. നല്ല സ്പൈസിയാണ്. അതായത് എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് നമ്മൾ മസാല മുളകൊക്കെ ചേർത്തിട്ടുണ്ട്. അതായത് ഒരു ചൈനീസ്, ഇന്ത്യൻ, ഒരു കേരള സ്റ്റൈലിലൊക്കെ നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത്. നമ്മുടേതായ രീതികളും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ആണ് നമ്മളിത് ഉണ്ടാക്കിയേക്കുന്നത്. ഇതിൻ്റെ മീതയ്ക്ക് നമുക്ക് കുറച്ച് മല്ലിയില ഒന്ന് ഇടാം. നമ്മുടെ സ്പൈസി ആയിട്ടുള്ള ചില്ലി ചിക്കൻ സോസേജ് റെഡി ആയിട്ടുണ്ട്. നല്ല സ്പൈസിയാണ്, നല്ലതായിട്ട് എരിവുണ്ട്. എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഡിഷാണിത്. നമ്മുടെ സ്റ്റൈലും കേരള സ്റ്റൈലും ചൈനീസ് സ്റ്റൈലും കൂടി മിക്സ് ചെയ്ത് സോസേജൊക്കെ മിക്സ് ചെയ്ത് സോസുകളൊക്കെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ്. നല്ല സ്പൈസിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വ്യത്യസ്തമായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഈ സോസേജൊക്കെ നമുക്ക് നാട്ടിലൊക്കെ എല്ലായിടത്തും കിട്ടുന്നതാണിത്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ നല്ലതാണ്. നമ്മുടെ ഫുഡിൽ ഇങ്ങനത്തെ ലഞ്ചിനൊക്കെ ഇങ്ങനത്തെ ഒരു കറികളൊക്കെ ഉണ്ടാക്കുന്നത് നല്ലതാണ്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.